ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഓൺ ദി പ്രിയ ലൈഫ് വ്ലോഗ്. ഇന്ന് നിങ്ങളെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുമരകത്തുള്ള അബാദിൻ്റെ വിസ്പറിംഗ് പാംസ് ലേക്ക് റിസോർട്ടിലെ കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ അബാദ് വിസ്പറിംഗ് പാംസിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ തന്നെ അവർ ഞങ്ങളുടെ കാർ നമ്പറും ഡീറ്റെയിൽസൊക്കെ എഴുതിയെടുത്തു. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പ്രവേശിച്ചു. ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ കാറിൽ ഇരുന്നപ്പോൾ തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ വരാൻ വേണ്ടി. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു. നല്ല ക്ലൈമറ്റ്, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല കൂൾ ആൻഡ് കാം പ്ലേസ് ആണ് ഇവിടെ വരുമ്പോൾ തന്നെ. അപ്പോൾ ഈ സൈഡിലായിട്ട് കാണുന്നത് ഗാർഡൻ വ്യൂ കോട്ടേജസ് ആണ്. അങ്ങനെ ഞങ്ങളിവിടെ കയറി വരുമ്പോൾ തന്നെ സാനിറ്റൈസർ മെഷീൻ വെച്ച് ഞങ്ങളെ ഫുൾ സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഇവിടെ പ്രവേശിപ്പിക്കുന്നത്. ഫുൾ കോവിഡ് പ്രശ്നങ്ങളായതുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾസ് പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബുക്കിംഗ് എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ സാനിറ്റൈസർ മെഷീൻ വെച്ച് ഫുൾ സാനിറ്റൈസ് ചെയ്യും.
അപ്പോൾ ഈ റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ കാണുന്ന സ്വിമ്മിംഗ് പൂളാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ സ്വിമ്മിംഗ് പൂൾ കോഡ് കാരണം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ബാംബു പൂൾ വില്ല തന്നെ ബുക്ക് ചെയ്തത്. ഇതാണ് നമ്മുടെ വേമ്പനാട് കായൽ. അപ്പോൾ ഇവിടെ ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ട്. 2-3 ബോട്ട്സൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ഈ ബോട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന കോട്ടേജസ് ആണ് ലേ വ്യൂ കോട്ടേജസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ലേക്കിൻ്റെ കാറ്റിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കാം. വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഞങ്ങൾക്കപ്പം വരുമ്പോൾ തന്നെ തന്നിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ റിഫ്രഷ് ആക്കാൻ വേണ്ടി വാട്ടർമെലൺ ജ്യൂസാണ് തന്നിട്ടുള്ളത്. റൂമിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വൈഫൈ നമ്പറൊക്കെ തന്നു. അവിടെ കാണുന്നതാണ് ബാംബു കോട്ടേജസ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തി. 401 എന്ന് പറഞ്ഞ പൂൾ വില്ലയാണ് ഞങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നാല് സൈഡും സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന ഒരു പൂൾ വില്ലയാണിത്. ഇവിടുത്തെ ബാത്റൂമിനൊരു പ്രത്യേകതയുണ്ട്. അത് ഒരു ഓപ്പൺ ബാത്റൂമാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്.
ഇതാണ് നമ്മുടെ പ്രൈവറ്റ് പൂൾ. നമുക്ക് ഇതുവഴിയും ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റിസോർട്ടിൽ ഞങ്ങൾ 2 ദിവസമാണ് താമസിക്കുന്നത്. അപ്പം ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.